ഹൈ ഗൈസ്, അതിന്റെ താഴെ വരുന്ന 5 കിടിലൻ ഇയർബഡ്സുകളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. കൂടാതെ 2 കിടിലൻ ഗെയിമിംഗ് ഇയർബഡ്സുകളെ കുറിച്ചും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. പിന്നെ അതേപോലത്തെ ഒരുപാടധികം യൂസ്ഫുൾ വീഡിയോസ് ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ വീഡിയോ ലൈക്ക് കൊടുത്തേക്കാം. അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ഇയർബഡ് ആയിട്ടുള്ളത് ബോട്ട് എയർഡ്രോപ്പ് സുപ്രീം ആണ്. അപ്പൊ ഈ ഇയർബഡ്സിന്റെ ഫീച്ചേഴ്സുകളെ കുറിച്ച് നോക്കാം. അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് 50 മണിക്കൂറോളം പ്ലേ ബാക്ക് ടൈം കേസിന് ലഭിക്കുന്നുണ്ട്. ഇയർബഡ്സിന് ഏകദേശം 5 മണിക്കൂറോളം പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നുണ്ട്. കൂടാതെ 10 മിനിറ്റ് ചാർജ് ചെയ്തതിനാൽ ഏകദേശം 150 മിനിറ്റ് നമുക്ക് പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നുണ്ട്. പിന്നീട് 4 മൈക്ക് AI ENX ടെക്നോളജിയാണ് വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം കോൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് നോയ്സ് റിഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നീട് 6mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.2 കണക്ടിവിറ്റി ലഭിക്കുന്നുണ്ട്. ഇൻ-ഇയർ ഡിറ്റക്ഷനും ഈ ഒരു ഇയർബഡിൽ വരുന്നുണ്ട്. പിന്നീട് നോക്കുന്ന സമയത്ത് മൾട്ടി പോയിന്റ് കണക്ടിവിറ്റി ഉണ്ട്. അതായത് ഒരേ സമയത്ത് തന്നെ 2 ഡിവൈസിൽ നമുക്ക് ഈ ഒരു ഇയർബഡ്സ് കണക്ട് ചെയ്യാൻ സാധിക്കും. പിന്നീട് നോക്കുന്ന സമയത്ത് IPX4 സ്വെറ്റ് റെസിസ്റ്റന്റ് ആണ് വരുന്നത്. ഇനി ലോ ലേറ്റൻസിയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 65 ms ആണ് ഈ ഒരു ഇയർബഡിൽ ലോ ലേറ്റൻസി വരുന്നത്. ഈ ഒരു ഇയർബഡ് ടച്ച് കൺട്രോൾ ആണ്. ഇതിന്റെ പ്രൈസിലേക്ക് നോക്കുന്ന സമയത്ത് 999 രൂപ വരുന്നുണ്ട്. അതായത് ഏകദേശം 1000 രൂപയോളം ഈ ഇയർബഡ്സിന് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ ഇയർബഡ് ആയിട്ടുള്ളത് ബോൾട്ട് Y1 Pro ആണ്. അപ്പൊ ഈ ഒരു ഇയർബഡ്സിന്റെ ഫീച്ചേഴ്സുകളെ കുറിച്ച് നോക്കാം. അപ്പൊ ഈ ഒരു ഇയർബഡിന്റെ ഹൈലൈറ്റ് ഫീച്ചറിലേക്ക് നോക്കുന്ന സമയത്ത് ഏകദേശം 60 മണിക്കൂർ പ്ലേ ബാക്ക് ടൈം കേസിന് ലഭിക്കുന്നുണ്ട്. ഇയർബഡ്സിനാണെങ്കിൽ ഏകദേശം 8 മണിക്കൂറോളം പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നുണ്ട്. പിന്നെ 10 മിനിറ്റ് ചാർജ് ചെയ്യുന്നതിനാൽ ഏകദേശം 120 മിനിറ്റ് നമുക്ക് പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നുണ്ട്. പിന്നീട് ഇതിന്റെ ലോ ലേറ്റൻസിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം 45 ms ആണ് ഇതിന്റെ ലോ ലേറ്റൻസി വരുന്നത്. അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് ഒക്കെ കളിക്കുന്നവർക്ക് അത്യാവശ്യം നൈസ് ആയിട്ടുള്ള ഒരു ഇയർബഡ് തന്നെയാണത്. പിന്നീട് പോഡ് മൈക്ക് ENC ടെക്നോളജിയാണ് വരുന്നത്. അതുകൊണ്ട് കോൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നോയ്സ് ക്യാൻസലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. പിന്നീട് 13mm ഡ്രൈവേഴ്സ് ആണ് ഇതിൽ വരുന്നത്. IPX5 വാട്ടർ റെസിസ്റ്റന്റ് ആണ്. ബ്ലൂടൂത്ത് 5.3 കണക്ടിവിറ്റി ഈ ഒരു ഇയർബഡിൽ ലഭിക്കുന്നുണ്ട്. ടച്ച് കൺട്രോൾ ആണ് ഈ ഒരു ഇയർബഡ് വരുന്നത്. അപ്പൊ ഇനി ഇതിന്റെ പ്രൈസിലേക്ക് നോക്കുന്ന സമയത്ത് ഏകദേശം 899 രൂപയാണ് ഈ ഒരു ഇയർബഡിന്റെ പ്രൈസ് വരുന്നത്. അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായിട്ട് വരുന്നത് ബോട്ട് ഇമോർട്ടൽ 131 എന്ന് പറയുന്ന ഗെയിമിംഗ് ഇയർബഡ്സ് ആണ്. അപ്പൊ ഈ ഒരു ഇയർബഡ്സിന്റെ ഫീച്ചേഴ്സുകളെ കുറിച്ച് നോക്കാം. അപ്പൊ ഈ ഒരു ഇയർബഡിന്റെ ഹൈലൈറ്റ് ഫീച്ചറിലേക്ക് നോക്കുന്ന സമയത്ത് ഇതൊരു ഗെയിമിംഗ് ഇയർബഡ് ആയതുകൊണ്ട് തന്നെ വെറും 40 ms ലോ ലേറ്റൻസി മാത്രമാണ് ഈ ഒരു ഇയർബഡിൽ വരുന്നത്. അത്യാവശ്യം സൗണ്ടിൽ ലാഗ് ഇല്ലാതെ തന്നെ നമുക്ക് ഗെയിമുകളൊക്കെ കളിക്കാൻ സാധിക്കും. പിന്നീട് ENX ടെക്നോളജി വരുന്നുണ്ട്. അതുകൊണ്ട് കോൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നോയ്സ് റിഡക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇയർഫോണിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നീട് ഈ ഒരു ഇയർബഡിൽ ഏകദേശം 40 അവേഴ്സ് പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നുണ്ട്. 10 മിനിറ്റ് ചാർജ് ചെയ്യുന്നതിന് ഏകദേശം 150 മിനിറ്റ് നമുക്ക് പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നുണ്ട്. പിന്നീട് ഇതൊരു ഗെയിമിംഗ് ഇയർബഡ് ആയതുകൊണ്ട് ഇതിൽ RGB ലൈറ്റ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഇയർബഡ് കാണാൻ ഭയങ്കര ലുക്കാണ്. പിന്നീട് ഒരു ബോട്ടിന്റെ ഇയർബഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ബോട്ടിന്റെ സിഗ്നേച്ചർ സൗണ്ട് വരുന്നുണ്ട്. പിന്നെ IPX4 സ്വെറ്റ് റെസിസ്റ്റന്റ് ആണ് ഇതിൽ വരുന്നത്. ബ്ലൂടൂത്ത് 5.3 കണക്ടിവിറ്റി ലഭിക്കുന്നുണ്ട്. ടച്ച് കൺട്രോൾ ആണ് ഈ ഒരു ഇയർബഡ് വരുന്നത്. അപ്പൊ ഈ ഒരു ഇയർബഡിന്റെ പ്രൈസ് വരുന്നത് 999 രൂപയാണ്. അതായത് ഏകദേശം 1000 രൂപയോളം ഇതിന്റെ പ്രൈസ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായിട്ട് വരുന്നത് ബോട്ട് ആസ്ട്ര നിയോ എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് ഇയർബഡ് ആണ്. അപ്പൊ ഈ ഒരു ഇയർബഡിന്റെ ഫീച്ചേഴ്സുകളെ കുറിച്ച് നോക്കാം. അപ്പൊ ഇതൊരു ഗെയിമിംഗ് ഇയർബഡ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ലോ ലേറ്റൻസിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 40 ms ലോ ലേറ്റൻസി ആണ് ഈ ഒരു ഇയർബഡിൽ വരുന്നത്. പിന്നീട് 70 മണിക്കൂറോളം പ്ലേ ബാക്ക് ടൈം ഈ ഒരു ഇയർബഡിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. 10 മിനിറ്റ് ചാർജ് ചെയ്തതിനാൽ ഏകദേശം 100 മിനിറ്റ് നമുക്ക് പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നുണ്ട്. പിന്നീട് കോഡ് മൈക്ക് ENC ടെക്നോളജിയാണ് വരുന്നത്. അതുകൊണ്ട് കോൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നോയ്സ് റിഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. പിന്നീട് ഇതൊരു ഗെയിമിംഗ് ഇയർഫോൺ ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള LED ലൈറ്റ്സും ഈ ഒരു ഇയർബഡ്സിൽ കൊടുത്തിട്ടുണ്ട്. 13mm ഡ്രൈവേഴ്സ് ആണ് ഈ ഒരു ഇയർബഡിൽ വരുന്നത്. ബ്ലൂടൂത്ത് 5.4 കണക്ടിവിറ്റി ഈ ഒരു ഇയർബഡിൽ ലഭിക്കുന്നുണ്ട്. IPX5 വാട്ടർ റെസിസ്റ്റന്റ് ആണ്. ടച്ച് കൺട്രോൾ ആണ് ഈ ഒരു ഇയർബഡ് വരുന്നത്. അപ്പൊ ഈ ഒരു ഇയർബഡിന്റെ പ്രൈസിലേക്ക് നോക്കുന്ന സമയത്ത് ഏകദേശം 999 രൂപ ഈ ഒരു ഇയർബഡിന് വരുന്നുണ്ട്. അതായത് ഏകദേശം 1000 രൂപയോളം ഈ ഒരു ഇയർബഡിന്റെ പ്രൈസ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് ഇയർബഡ് ആയിട്ട് വരുന്നത് ബോട്ട് എയർഡ്രോപ്സ് 181 Pro ആണ്. അപ്പൊ ഈ ഒരു ഇയർബഡ്സിന്റെ ഫീച്ചേഴ്സുകളെ കുറിച്ച് നോക്കാം. അപ്പൊ ഈ ഒരു ഇയർബഡിന്റെ ഹൈലൈറ്റ് ഫീച്ചറിലേക്ക് നോക്കുന്ന സമയത്ത് ഏകദേശം 100 മണിക്കൂറോളം നമുക്ക് പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നുണ്ട്. 5 മിനിറ്റ് ചാർജ് ചെയ്യുന്നതിനാൽ ഏകദേശം 100 മിനിറ്റ് നമുക്ക് പ്ലേ ബാക്ക് ടൈമും ഈ ഒരു ഇയർബഡിൽ ലഭിക്കുന്നുണ്ട്. പിന്നീട് ബോട്ട് സിഗ്നേച്ചർ സൗണ്ട് വിത്ത് 10mm ഡ്രൈവേഴ്സ് ആണ് ഈ ഒരു ഇയർബഡിൽ വരുന്നത്. 4 മൈക്ക് ENX ടെക്നോളജിയും ഈ ഒരു ഇയർബഡിൽ വരുന്നുണ്ട്. അതുകൊണ്ട് കോൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നോയ്സ് റിഡക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇയർഫോണിലൂടെ ലഭിക്കുന്നതായിരിക്കും. പിന്നീട് ലോ ലേറ്റൻസിയുടെ കാര്യത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ 50 ms ആണ് ലോ ലേറ്റൻസി വരുന്നത്. ബ്ലൂടൂത്ത് 5.2 കണക്ടിവിറ്റി ലഭിക്കുന്നുണ്ട്. IPX4 സ്വെറ്റ് റെസിസ്റ്റന്റ് ആണ് വരുന്നത്. ടച്ച് കൺട്രോൾ ആണ് ഈ ഒരു ഇയർബഡിലും വരുന്നത്. അപ്പൊ ഈ ഒരു ഇയർബഡിന്റെ പ്രൈസിലേക്ക് നോക്കുന്ന സമയത്ത് ഏകദേശം 999 രൂപ വരുന്നുണ്ട്. അതായത് ഏകദേശം 1000 രൂപയോളം ഈ ഒരു ഇയർബഡിന്റെ പ്രൈസും വരുന്നുണ്ട്. അപ്പൊ ഈ 5 ഇയർബഡ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ഈ 5 ഇയർബഡ്സിൽ ഏത് ഇയർബഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് അതിന്റെ പേരും താഴെ കമന്റ് ചെയ്യാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.